അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ മാറ്റി ഇന്നും പോവാണ്. ഇന്നാളെ ഞങ്ങൾ മാറ്റി പോയത് വയറാണാണ്. ഇന്ന് ഞങ്ങൾ മാറ്റി പോണത് വയറാണാൻ പോയ ആൾ പ്രസവിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കേനി. അപ്പോൾ ഇപ്പോൾ അധികം ഇതിൽ അങ്ങനെ ഓട്ടോറിക്ഷ പോവില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ റോട്ടുമ്മക്കാട് കയറി നിന്നാൽ അപ്പം നമുക്ക് ഓട്ടോറിക്ഷ കിട്ടും. അപ്പോൾ കിട്ടിയില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം അങ്ങനെ കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലാവരും വിളിച്ച് പോണേനോടെ ഞങ്ങൾ പ്രസവിച്ച കുട്ടീനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രാത്രി പോവാൻ കഴിഞ്ഞില്ല കേട്ടോ. മെല്ലെ പൊയ്ക്കോളി. അപ്പോൾ രാത്രി പോവാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ വെളുത്താടെ തന്നെ വല്യമ്മണ്ട് ഒരുങ്ങിയൂടിയോ പറഞ്ഞ സമാധാനം ഞങ്ങൾ പോരുണ്ട് പറഞ്ഞതിനോടാട്ടോ. ഇല്ലെങ്കിൽ ഇമ്മ ഒറ്റയ്ക്ക് എപ്പോഴോ പായൽ കഴിഞ്ഞിനി. ഇപ്പം ഞങ്ങൾ ഉള്ളതിനോട് ഞങ്ങൾ അപ്പോൾ പോരുണ്ട് പറഞ്ഞതിനോട് വണ്ടി വന്നിക്കണം കേട്ടോ. അപ്പോൾ വണ്ടീനെ വിളിച്ചേനി ഇമ്മ. അപ്പോൾ അതിന് വണ്ടി വന്നിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിനി വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം വന്ന് അപ്പം ഞങ്ങൾ പോവട്ടെ കേട്ടോ. അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ബസ്സൊക്കെ കയറി താണ്ടിയാണ് പോണത്. അപ്പോൾ പോണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മകളും അതാ മുന്നേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ വണ്ടി വന്നു കേട്ടോ. വണ്ടി വിളിച്ചപ്പോൾ തന്നെ എത്തിക്കണം കേട്ടോ. അവിടെ കാവനൂർക്ക് പോയോണ്ടിരിക്കേനി പറഞ്ഞവനെ. അപ്പോൾ വേഗം തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ടോ ആളില്ലാത്തതിനോട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാവനൂർ പോയി. കാവനൂരിൽ നിന്ന് അരീക്കോട് ബസ് കയറി കേട്ടോ. അപ്പോൾ കാവനൂർ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. പിന്നെ അരീക്കോട് ബസ് കയറി നല്ല കുറച്ചൊരു തിരക്കൊക്കെ ഉണ്ടായി കേട്ടോ. അരീക്കോട് ബസ് എപ്പോഴും തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾ അരീക്കോട് എത്തി ഇറങ്ങിയപ്പോൾ തന്നെ സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊണ്ടോട്ടി ബസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം അയാളോട് പറഞ്ഞു നമ്മളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ബസ്സൊന്ന് വേഗം ചാടി ഇറങ്ങി. പിന്നെ കൊണ്ടോട്ടി ബസ് പോയി കയറി കേട്ടോ. അതിൽ ഫുള്ള് ഒഴിവേനി കേട്ടോ. ആളൊന്നുമില്ല, അധികമൊന്നും ഇല്ലേനി. അപ്പോൾ ഞാനും ഐസമ്മോളും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിട്ടോ. ഉമ്മ വേറെ സീറ്റിലിരുന്ന്. അങ്ങനെ പിന്നെ നേരെ അതിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയി ഇറക്കിട്ടോ. ഞാൻ ആദ്യമായിട്ട് പോവാട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇതുവരെ പോയിട്ടും കണ്ടിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ട് പോവാട്ടോ. അപ്പോൾ നല്ല ഉസാറിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി പോയിന്. അപ്പോൾ ആ കാര്യലിനെയും ഓൻ്റെ മകനെയും കണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ അപ്പടെ സ്റ്റോപ്പായിട്ടോ. പിന്നെ ഞങ്ങൾക്ക് അറിയില്ല റൂം എവിടെയായിരുന്നു. പിന്നെ ഓനെ വിളിച്ചപ്പോൾ ഓൻ കുറച്ച് താഴത്തേക്ക് വന്നതാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്ന് റൂമിലെത്തിയപ്പോൾ തീരെ ആരോണ്ടും മുണ്ടണമില്ല, അനങ്ങണമില്ല. എന്തോ കുറുമ്പും കാട്ടി ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പോൾ കലീൽ ഓളയും കൊണ്ട് പോകുക കേട്ടോ റെഡിയാക്കാനും വേണ്ടിയിട്ട്. ഒന്നാണ്ട് കുറച്ച് കലീലിനെ ഭയങ്കര ഇഷ്ടമാട്ടോ. കലീലിനെയാണ് നല്ല പരിചയം. പക്ഷെ അന്ന് ഓളമ്മ മുത്തുവിൻ്റെ ഉമ്മയും ഓലൊക്കെ ഉണ്ടായിട്ട് ഓക്കൊരു മടി, മുണ്ടാനൊക്കെ ഒരു മടിട്ടോ. പിന്നെ കലീലിൻ്റെ ഒപ്പം പോയിക്കാണ്ട് താഴത്തുനിന്ന് മുട്ടായും വെള്ളമൊക്കെ വാങ്ങി വന്ന് പിന്നെ അവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ല ആരെങ്കിലും മുന്തിരി ഇതൊക്കെ തിന്നുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലൊന്നും പോകാതെ കുട്ടി ഉണ്ടായതിനെ കാവലിരിക്കുകയാണ് കേട്ടോ അവന്. അപ്പോൾ പിന്നെ കുറേ നേരം ഞങ്ങൾ റൂമിലൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയിന് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിക്കാണ്ട് പോവട്ടോ. അപ്പോൾ കലയിൽ ഫുഡ് വേണ്ട ഞങ്ങൾ പെരേന്ന് കഴിച്ചോളാം. അപ്പോൾ പോരിന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോൾ കുട്ടി ഉണ്ടായതിൻ്റെ വക ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മന്തിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ മന്തി തിന്നാനുള്ള പോക്കാട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവന് അറിയുമെന്നറിയില്ല, എൻ്റെ ചെറിയ അമ്മോനാണ് കലീൽ എന്ന് പറഞ്ഞാൽ പേരാണ് ഞങ്ങൾ വിളിക്കൽ. അപ്പോൾ എൻ്റെ ചെറിയ അമ്മോനാട്ടോ. അവൻ്റെ വലിയ കുട്ടിയാണിത്. അവനക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഹോട്ടലിൻ്റെ പേര് ആലിയാസ് മന്തി പറഞ്ഞ എല്ലാട്ടോ ഞങ്ങൾ കയറിയത്. ചെറിയൊരു ഹോട്ടലാട്ടോ, ഭയങ്കര വലുപ്പമൊന്നുമില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ മന്തി. ഞാൻ ഈ കീശ്ശേരിക്ക് പോയിട്ട് തന്നെയല്ല കേട്ടോ. അതുവരെ അങ്ങാടിക്ക് പോയിട്ടൊന്നുമില്ല, കണ്ടിട്ടുമില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ പോണതൊക്കെ. അപ്പോൾ അവിടെ എനിക്ക് അത്ര അറിയൂല, അങ്ങാടിയും തീരെ പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തോ ഐസമോൾ എന്താണ് ഫുഡ് എന്നൊക്കെ വെച്ചപ്പോൾ മന്തിയാണ് എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, വോയിസ് ഇപ്പോഴാട്ടോ കൊടുക്കണത്. അങ്ങനെ പിന്നെ മന്തി എത്തിട്ടോ. ഒരു അൽഫാമേനുള്ളൂ കേട്ടോ, സാധാ അൽഫാം. വേറെ അണിയോ അങ്ങനത്തെ പെരി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒറ്റ അൽഫാമും റൈസും കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ഞാൻ എന്നിട്ട് കുറേ ചോറൊക്കെ തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഐസമോൾ മുന്നിക്ക് ചോറും തിന്നില്ല, അവൾ വേഗം ഇറങ്ങിനെ. അപ്പോൾ ഉമ്മയും ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇത് ഹോട്ടലല്ല കേട്ടോ, ഒരു കലയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു വീടാട്ടോ. പണ്ടത്തെ വീടില്ലേ മാളിയൊക്കെ ഉള്ള ആ വീടാട്ടോ. ഇത് കണ്ട അതിൻ്റെ മാളിയാണ് മുകളിൽ കാണുന്നത്. എന്നിട്ട് ഓരോ ചെറിയ റൂമുകളായിരിക്കുമല്ലോ, ആ റൂമിലൊക്കെ ഇങ്ങനെ ടേബിളും കസാല ഇട്ടൊക്കെ കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ റൂമിൽ കയറി ഇരിക്കുക അങ്ങനെ കേട്ടോ. നല്ല ഒരു വൈബ് സ്ഥലം, നല്ല രസമുണ്ട് കാണാൻ.
അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അയച്ച് പിന്നെ അപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും കാണുക. ബസ് വന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും കണ്ടില്ലല്ലോ, വേഗം പാഞ്ഞൊക്കെയല്ലേ. അപ്പോൾ അതാണ് ഹോസ്പിറ്റലല്ല ബിയറിലാട്ടോ കീശ്ശേരി. പിന്നെ റൂമിലെത്തിയപ്പോൾ കുപ്പായ ഉരലൊക്കെ തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ തന്നെ കുറച്ച് നേരം ആയില്ലേ, നിന്ന് ഇതായിക്കണം, മുടിമത്ത സ്ലൈഡൊക്കെ ഊരി എറിഞ്ഞ് ഒക്കെ ഇതായിക്കണം. പിന്നെ ഇതാക്കണ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോല് ഫ്രെയിമൊക്കെ തരുമല്ലോ, ഓലൊരു ഫ്രെയിമൊക്കെ തരും, കുട്ടീൻ്റെ വെയിറ്റും ടൈമും ഇതൊക്കെ ഉള്ള ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യാന്ന്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോരുക കേട്ടോ. വൈകുന്നേരം എപ്പോഴാണ് പോരുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ച് പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ കുട്ടീനൊക്കെ കണ്ട് പെരയിലെത്തിയിട്ടോ. പെരയിലെത്തിയിട്ട് കുറച്ച് നേരമായി, മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി, ഹോസ്പിറ്റലിൽ പോയി വന്നതാണല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി പോന്ന കഥ പറയണ്ട കേട്ടോ. പോന്നപ്പം പിന്നെ ഒരു തുള്ളി വീഡിയോ എടുക്കാൻ എന്നോട് കഴിഞ്ഞില്ല കേട്ടോ. വീഡിയോ പോയിട്ട് നിൽക്കാൻ പോകുന്ന സ്ഥലമല്ലേ കേട്ടോ. സ്കൂൾ വിടുന്ന സമയമല്ലോ. സ്കൂൾ വിടുന്ന സമയം 4 മണി നേരത്തായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ പറയണ്ട കേട്ടോ, ബസ്സിൽ പെരും തിരക്ക്. ഞങ്ങൾ കൊണ്ടോട്ടി ബസ് അല്ല അരീക്കോട്ടേക്കുള്ള ബസ് കയറിയപ്പം കീശ്ശേരിയിൽ നിന്ന് അടിയിൽ നിന്ന് കയറിയപ്പം ഭയങ്കര തിരക്ക് കേട്ടോ ബസ്സിൽ. അപ്പം ആ ക്ലീനർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇന്ത്യയിൽ ഐസി ഉണ്ടല്ലോ. അപ്പോൾ ആ ക്ലീനർ ഇങ്ങനെ പറയുന്നുണ്ട് നീച്ചു കൊടുക്കാൻ കേട്ടോ. പക്ഷെ ആരും നീച്ചണം കേട്ടോ. ഇരുന്ന സീറ്റിൽ നിന്ന് ഒരു അമ്മയും കുഞ്ഞും എന്നൊക്കെ പറഞ്ഞ സീറ്റിൽ ഒരു പെണ്ണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ് മെല്ലെ ഇന്നെ ഇങ്ങനെ അടക്കാനായിട്ട് ഇങ്ങനെ നോക്കുമെന്നേട്ടാ. പിന്നെ ഞാൻ നീച്ചാനൊന്നും പറഞ്ഞില്ല കേട്ടോ. നീച്ചാൻ എനിക്ക് പറയുകയൊക്കെ ചെയ്യാം, എൻ്റെ ഒരു കുട്ടിയായിട്ട് ഞാൻ നിൽക്കല്ലേ. പിന്നെ ഞാൻ നീച്ചാനൊന്നും പറഞ്ഞില്ല. നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല അതൊക്കെ. ഒരു കുട്ടീനായിട്ട് നിൽക്കുമ്പോൾ നീച്ചു കൊടുക്കുന്നതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് വരേണ്ട സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നീച്ചാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഉമ്മയും പറഞ്ഞില്ല കേട്ടോ, എൻ്റെ ഉമ്മയും പറഞ്ഞില്ല, നീച്ചാനൊന്നും പറഞ്ഞില്ല. ഒലിഞ്ഞിപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ ഒരാൾക്ക് നീച്ചു കൊടുക്കലും ഒരാൾക്ക് സഹായം ചെയ്യലൊന്നും ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. അങ്ങനെ പിന്നെ കുറേ നേരം ഞാൻ നിന്നിട്ടോ ബസ്സിൽ. പിന്നെ അരീക്കോട്ട് കുറച്ചൊന്ന് ഒരു ഇതുണ്ടാണല്ലോ. അപ്പോൾ കുറച്ച് നേരം നിന്ന് പിന്നെ ഒരു താത്ത നീച്ച് അതിൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ നീച്ചതാണ്. അപ്പോൾ ഒരു സ്കൂൾ കുട്ടി ഉണ്ട് എന്നെ അങ്ങ് തോണ്ടിക്കാണ്ട് അവിടെ സീറ്റ് ഒഴിഞ്ഞതിൽ ഇരുന്നോളൂ. വേറെയും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓല് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടേ കുഞ്ഞോട് വേഗം ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ ആ സീറ്റിക്ക് പോവാനും വയ്ക്കില്ല കേട്ടോ, കുറേ ആൾക്കാർ. അങ്ങനെ ഏതായാലും ആ സീറ്റ് ഇരുന്ന് അപ്പോഴത്തേനും പിന്നെ ആ സീറ്റിൽ ഇരുന്ന അപ്പം നൈസമോളായിട്ട് ഉറങ്ങിട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഒക്കെ ഉറക്കം വരുന്നുണ്ട്. ബസ് കയറിയപ്പോൾ ആ തല കുത്തിയും ചെയ്ത് കയറാൻ പോലും കഴിയണില്ല, എമ്മാതിരി തിരക്കുക. അപ്പോൾ തല കുത്തിയും ചെയ്ത് ഏതായാലും ഓള് ഗതിയെടുത്തൊന്നുമില്ല കേട്ടോ മുണ്ടാതെ. അപ്പം ഇങ്ങനെ നല്ലോള് കൂടി വരികയാണ്. ഞാൻ വല്ല സോപ്പിട്ട് പിന്നെ പിടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഭയങ്കര തിരക്കായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അരീക്കോട് എത്തി. മഞ്ചേരി ബസ് പിന്നെ ഫുൾ ടൈം ഏത് ദിവസവും മഞ്ചേരി ബസ് തിരക്കായിരിക്കും. അപ്പോൾ അയക്കും വന്നപ്പോൾ അതും ഭയങ്കര തിരക്ക്. അതിൽ പിന്നെ സീറ്റ് കിട്ടി കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ പിന്നെ സ്റ്റാൻഡിൽ നിന്ന് കയറുകയാണല്ലോ. അപ്പോൾ സീറ്റ് കിട്ടി, അതിലിരുന്ന്. പക്ഷേ ഒറ്റ സീറ്റിൽ അങ്ങനെ സൈഡിലേക്കുള്ള സീറ്റിലായിരുന്നു. അപ്പം സ്കൂൾ കുട്ടികളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്. ഐസമോളാണെങ്കിൽ ഉറങ്ങുമല്ലേ, ഓൾ ആ ബസ്സിൽ നിന്നായിട്ട് ഉറങ്ങിയതാണ്. പിന്നെ നീച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പെരയിലെത്തിയപ്പോഴായിട്ടുള്ളൂ നീച്ചണത്. അതുവരെ ഓൾ നീച്ചില്ല, അവൾ ഉറങ്ങി. അങ്ങനെ പിന്നെ തിരക്കൊക്കെ ഇതായി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ. അങ്ങനെ കുട്ടീനെയൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോൾ കുടുംബത്തേക്ക് പുതിയൊരു കുട്ടിയും കൂടി ആയി. ചെറിയ അമ്മോനാട്ടോ കുട്ടീൻ്റേത്. അപ്പോൾ പുതിയൊരു കുട്ടിയും കൂടി ആയി. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഒരു കുഞ്ഞ് വീഡിയോ, ഇനി വലുതായതിനൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.